നമസ്കാരം. മരീചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം ആയുസ്സിനെ കുറിച്ചാണ്. ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണുവാൻ വേണ്ടി യമൻ കൈലാസത്തിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും കൂടെ ഒരു കൊട്ടാരം പണിയണമെന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ അതിനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഒരു രൂപം ഇങ്ങനെ വാർത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ വരയ്ക്കുകയല്ല, അതുണ്ടാക്കി വെച്ചു. അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദമുനി അവിടെ വന്നിട്ട് പറഞ്ഞു, മഹാദേവനെ കാണുവാനായി കൈലാസത്തിലേക്ക് ശനീശ്വരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ശനി ഭഗവാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്ലാനെങ്ങാനും കണ്ടെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. അതിൻ്റെ പണിത് കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ തന്നെ സംഭവിക്കും. എത്രയും വേഗം ഇത് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഈ പ്ലാൻ കത്തിച്ച് കളഞ്ഞേക്കാൻ പറയുകയാണ്. കേട്ട മാത്രയിൽ ഇവർ ഈ പ്ലാൻ കത്തിച്ച് കളഞ്ഞു. ശനി വന്നു, ഭഗവാനെ ദർശിച്ചു. തിരിച്ചിറങ്ങിയപ്പോൾ ഈ കത്തിക്കിടക്കുന്ന ചാരം കാണാനിടയായി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയതാണ്, അത് ഞങ്ങൾ കത്തിച്ച് കളഞ്ഞതാണ്, അത് വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും കൈലാസത്തിലൊരു കൊട്ടാരം പണിയുവാൻ ഇടവന്നിട്ടില്ല. അതാണ് ശനിയുടെ ദൃഷ്ടി എവിടെ പതിഞ്ഞാലും അവിടെ നാശമുണ്ടാകും എന്നാണ്. ജ്യോതിഷന്മാർ പറയും 2.5 വർഷം ആണ് കണ്ടകശനി മുതലായവയൊക്കെ വരുന്നത്. ജന്മശനി ഇതൊക്കെ 2.5 വർഷമാണ് വരുന്നത്. ശരിക്കും ശനി അടുത്ത രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് നോക്കും. ആ രാശിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ 6 മാസം മുമ്പേ തന്നെ അപ്പോൾ ആ അടുത്ത രാശിക്കാർക്ക് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ജ്യോതിഷന്മാരിത് പറയാറില്ല. ഇതിന് ശേഷം ആ രാശിയിൽ നിന്ന് ശനി പോയി കഴിഞ്ഞ് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കും പോന്ന രാശിയിലേക്ക്. അപ്പോഴും അവിടെ 4 മുതൽ 6 മാസം വരെ ശനിയുടെ ദോഷം വീണ്ടും നിൽക്കും. അപ്പോൾ 2.5 എന്ന് പറയുന്നത് 3 വർഷക്കാലം മിച്ചം എന്നാണ്. ആ കഷ്ടത അവിടെ നിലനിൽക്കും എന്നത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. അത് അനുഭവസ്ഥർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിനാലാണ് ശനി ദശാകാലങ്ങൾ വരുമ്പോൾ ശനീശ്വരനെയോ ആഞ്ജനേയനെയോ ഒക്കെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുന്നത്. കൂടുതലായിട്ട് ശാസ്താവിനെ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം. അപ്പം ദേവന്മാർക്ക് പോലും ശനിയെ പേടിയാണ്. നമുക്കറിയാം, ശിവഭഗവാനെ ശനി ബാധിക്കാൻ നേരത്ത് അദ്ദേഹം ഓടി താമര നൂലിനകത്തൊഴിച്ചിട്ട് അവിടെയും ശനി ചെന്നു. അവിടുന്ന് അദ്ദേഹം ഓടി ക്ഷേത്രത്തിൻ്റെ ഓവിനകത്ത് കയറി. ഓവിനകത്ത് കയറിയപ്പോഴത്തേക്കിന് ഓവിനകത്തൂടെ ജലം പോകാതെ വന്നപ്പോഴത്തേക്കിന് ശാന്തിക്കാരൻ അവിടുന്ന് കമ്പിട്ട് കുത്തി. പുറത്തുനിന്ന് കീഴ്ശാന്തി ഇവിടുന്നും കമ്പിട്ട് കുത്തി. അവ 7.5 നാഴികയോളം അവിടെ ഇരുന്ന് ശനി അനുഭവിക്കേണ്ടതായിട്ട് വന്നു മഹാദേവനും എന്നാണ്. അപ്പോൾ ശനിക്ക് അത്രയ്ക്ക് മേൽ ദോഷമുണ്ട് എന്നതാണ് ഈ
സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.